നമസ്കാരം. ഉപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പോലും പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അതിനാൽ ഉപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ശ്രദ്ധാപൂർവം നാം ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് തന്നെ വിനയായിത്തീരും. പ്രധാനമായും ഉപ്പുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ ഉപ്പുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ വന്ദിക്കുക. ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഉപ്പ് എപ്പോഴും അടുപ്പിൻ്റെ വലതുവശത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നത്. വടക്ക് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം നിങ്ങൾ ഉപ്പ് എടുക്കുവാൻ. എന്നാൽ ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വയ്ക്കരുത് എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രം ഒഴിച്ചുള്ള പാത്രങ്ങളിൽ, പ്രത്യേകിച്ചും ചില്ല് പാത്രത്തിൽ ഉപ്പ് ഇട്ട് വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരു ചെറിയ പലകയിൽ ഇവ വയ്ക്കുകയാണ് എങ്കിൽ, അതായത് ഈ ഉപ്പ് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്നുള്ളതാണ്. അതിനാൽ തന്നെ പലകയിൽ തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇല്ലാതിരിക്കുവാൻ പാടില്ല എന്നാണ് പറയുക. ഉപ്പ് തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി വീടുകളിൽ വയ്ക്കേണ്ടതും അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജത്തിൻ്റെ അനുകൂലമായ ഫലങ്ങൾ കുറയുന്നതിന് കാരണമായി തീരാം. അതിനാൽ ഈ സമയം ഈശ്വരാധീനത്താൽ, പ്രത്യേകിച്ചും ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ അനുഗ്രഹത്തെ ഈ സമയം വർദ്ധിപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഉപ്പ് വയ്ക്കുന്നതിന് മുൻപ് ഒരു രൂപ നാണയം മുൻപ് പരാമർശിച്ചതുപോലെ ഇട്ടിരിക്കുന്നതായ ആ പലകയിൽ വച്ചതിന് ശേഷം നിങ്ങൾ അതിനുമേൽ ഉപ്പ് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ധനപരമായി വലിയ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ് ചാറ് കഴുകുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് വ്യാഴം, ഞായർ, ബുധൻ എന്നീ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അപ്രകാരം പ്രവർത്തിക്കാവുന്നതുമാണ്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഉപ്പ് വാങ്ങുവാൻ ഉത്തമമായ ദിവസത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ദിവസം അഥവാ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ആ ഒരു ദിവസം നിങ്ങൾ ഉപ്പ് വാങ്ങുകയാണ് എങ്കിൽ അത് കൂടുതൽ ഉത്തമമായി തീരും എന്നുള്ളതാണ്. ഉപ്പ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഉപ്പ് നിറയ്ക്കുമ്പോൾ ആദ്യം ഒരു പിടി ഉപ്പ് ഇട്ടതിന് ശേഷം 5 രൂപ നാണയം നിങ്ങൾ വയ്ക്കുക. ശേഷം ബാക്കി ഉപ്പ് കൂടി നിങ്ങൾ ഇടുക. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു കാര്യം കൈകളിൽ സൂക്ഷിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. അതായത് ഉപ്പ് നിറയ്ക്കുമ്പോൾ ആദ്യം ഒരു പിടി ഉപ്പിട്ടതിന് ശേഷം 5 രൂപ നാണയം വയ്ക്കുക. ശേഷം ബാക്കി ഉപ്പ് കൂടി ഇടുക. ഇത് സാമ്പത്തികപരമായ പുരോഗതി, ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുപ്പിൻ്റെ അടുത്തായി ഉപ്പിൻ്റെ ഒപ്പം എണ്ണ കൂടി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. അത് ആ വീടുകളിൽ ഐശ്വര്യ വർധനവിന് സഹായകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ആ വീടുകളിലെ അംഗങ്ങൾക്ക് ദാമ്പത്യപരമായ കാര്യങ്ങൾ അനുകൂലമല്ല എങ്കിലും അടുപ്പിൻ്റെ അടുത്തായി ഉപ്പിൻ്റെ ഒപ്പം എണ്ണ വയ്ക്കുന്നത് ദാമ്പത്യ സൗഖ്യം വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് നിറച്ച്
അതിനു മുകളിൽ 5 ഗ്രാമ്പു വയ്ക്കുക. ഓരോ ദിവസവും ഓരോ മുറിയിൽ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ആരും കാണാത്ത വിധമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. കല്ലുപ്പ് നെഗറ്റീവായ ഊർജം ഒഴിവാക്കുവാനും കൂടാതെ ഗ്രാമ്പു പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാ മുറിയിലും ഇപ്രകാരം വച്ചതിന് ശേഷം ഇവ വെള്ളത്തിൽ അലിയിച്ച് കളയേണ്ടതായിട്ടുണ്ട്. വീടിൻ്റെ പുറത്താണ് ഈ കാര്യം കളയേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വീടിൻ്റെ ഉൾവശത്ത് ഇപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല.